ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നേ കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇതാ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു വിശേഷമാണ് കേട്ടോ. പുട്ടാണ് കഴിച്ച് തള്ളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ഇതാ കോഴിമുട്ട പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. കാലിച്ചായക്കുള്ളതാണെങ്കിൽ കഴിച്ചിട്ടില്ല. നമ്മുടെ ചിക്കൻ കറി ഇതാ ഏകദേശം അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ വേവുന്നുണ്ട്. ഇന്ന് നമുക്ക് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് ഒന്നും കൊണ്ടല്ല, നമുക്ക് എന്താ പറയുക, ചായയ്ക്കും ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ പണിക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരുമിച്ച് അങ്ങോട്ട് വെക്കുക. ഒരുപാട് നമ്മൾ സാധാ ചോറാകുമ്പോൾ ഒരുപാട് പണിയല്ലേ, പണിക്കാരുണ്ടാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് പണി തന്നെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആവട്ടെ വിചാരിച്ചിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ റെഡിയാക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ടില്ലേ അപ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി രണ്ടിൽക്കും ഉള്ള രീതിയിൽ പെട്ടെന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചു കേട്ടോ. ഉള്ളിയും തക്കാളി എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചു. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ജസ്റ്റ് വാട്ടി, ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് വാട്ടി അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവിച്ച് ഒഴിച്ചു കൊടുക്കാനുള്ളതിൽ ഞാൻ സെറ്റാക്കണം കേട്ടോ. ഞാൻ ആദ്യം തിരക്കാണ് എങ്കിൽ അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കും. തിരക്കൊന്നും ഇല്ലാണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം എല്ലാ ഉള്ളിയൊക്കെ എല്ലാം നന്നായി നൈസാക്കി എന്താ പറയുക വാട്ടിയെടുത്ത് എന്നിട്ട് തന്നെ അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് തിരക്കായതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇത് എന്താ പറയുക, തെങ്ങിൻ്റെ കരിമ്പ് എന്ന് പറയട്ടെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ തെങ്ങിൻ്റെ കരിമ്പ് കഴിക്കാൻ. ഇവിടെ അടുത്ത് തന്നെ തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ആൾ നമ്മൾ കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഞാനിതാ ഈ തൂമിച്ച ഉള്ളി വാട്ടിയത് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പോവാണ് കേട്ടോ. കറിവേപ്പിലയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മല്ലിയില വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ചായ കുടിക്കാനുള്ള ടൈമായി. ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലേക്ക് ഒരുങ്ങാൻ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്കും രാത്രിക്കും രാവിലേക്കും കൂടെ ഉള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. 3 നേരം കഴിക്കണം. പിന്നെ പണിക്കാരുണ്ട്, അവർക്കും കൊടുക്കണം. പക്ഷേ കറി കുറച്ച് കുറഞ്ഞു പോയി. ഇറച്ചി കൂടുതലും കറി കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി 3 നേരത്തേക്കാവുമ്പോൾ കറി ഇല്ലാണ്ടതിൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ചായക്ക് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നെക്സ്റ്റ് പരിപാടി തുടങ്ങാൻ. ഉച്ചയ്ക്കുള്ള പരിപാടി. ഉച്ചയ്ക്ക് നെയ്ച്ചോറായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല. അപ്പം ഞാൻ കട്ടൻ ചായ റെഡി ആക്കിയിട്ടുണ്ട്. പുട്ടും കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പാൽ ചായക്കാളും നല്ലത് കട്ടൻ ചായ. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ മുനിഫ്ക്കാക്കും കൂടുതൽ കട്ടൻ ചായനോട് ഇഷ്ടം. പാൽ ചായ ഇങ്ങനെ ഇഷ്ടമല്ല. കുടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും എന്നിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടൻ ചായയാണ് കൂടുതലും ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ചായ കുടിക്കാനുള്ള ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ചാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോകണം. ഞാനിതാ ഒരു പുട്ടിൻ്റെ ചെറിയൊരു കഷ്ണം ചിക്കനും എടുത്തിട്ടാണ് കേട്ടോ കഴിക്കണത്. എനിക്ക് ഒരുപാട് അങ്ങനെ ഞാൻ കഴിക്കുന്ന ശീലമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് പോകാണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഏകദേശം ഒരു 11:30-12 മണി ആ ടൈമിലാണ് കേട്ടോ ഞാൻ സെറ്റാക്കണത്. കാരണം നമുക്ക് നെയ്ച്ചോറാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്, പെട്ടെന്ന് തീരുന്നതേ ഉള്ളൂ. സാധാ ചോറാകുമ്പോൾ കറി നോക്കണം, മൈക്കുള്ള ഉപ്പേരി നോക്കണം, പപ്പടം നോക്കണം, മീൻ പൊരിക്കണം, കറി വെക്കണം, മീൻ മുറിക്കണം, അങ്ങനെ പല 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 പണികളായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നെയ്ച്ചോറാകുമ്പോൾ അങ്ങനത്തെ ഒരു പണിയില്ല. ഒരു ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റായി. പിന്നെ നെയ്ച്ചോറ് എന്ന് വെച്ചാൽ ഉള്ളി വാട്ടി ജസ്റ്റ് വെളിച്ചെണ്ണ വെച്ച് ഉള്ളി വാട്ടി കഴിഞ്ഞാൽ വെള്ളം വെച്ച് വറ്റിക്കുകയാണെങ്കിൽ പിന്നെ സിമ്പിളാണല്ലോ. പിന്നെ ഞാനിതാ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിൻ്റെ കൂടെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പട്ടാപ്പൂവ്, ഏലക്കായ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റുന്നത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഉള്ളി വാടുന്നതിനൊപ്പം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ചോറിൻ്റെ കളറുണ്ട് മാറിപ്പോവും. അപ്പോൾ വൈറ്റ് കളറുള്ളത് ചെറുതായിട്ടൊരു കളറിൽ റൈസിൽ മാറ്റം വരും. അപ്പം ഞാനിതാ വെള്ളം ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത് പിന്നെ അതൊന്ന് വെള്ളം ഒഴിച്ചു ഉള്ളിയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് കാത്തു നിൽക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഞാനത് അരി കഴുകുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ജീരകശാല അങ്ങനെയുള്ള അരി കേട്ടോ വാങ്ങിക്കാറുള്ളത്. പിന്നെ വേറെ പേരൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ അരിയൊക്കെ ഞാൻ കഴുകിയതാ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി അതൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഈ വെള്ളം ഒഴിച്ചു. വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെറിയ നാരങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ മറന്നുപോയി കേട്ടോ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാൻ.
അരി ഇട്ടതിൻ്റെ ശേഷം ഇതാ ഞാൻ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഒഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അരി പൊട്ടിപ്പോവരുത്. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ചില ആളുകൾക്കൊക്കെ ഉള്ളൊരു ഇതായിരിക്കും ഒട്ടി നിൽക്കുന്നൊരവസ്ഥ. ഒന്നൊന്നിലൊട്ടിങ്ങനെ കൂടുതലിങ്ങനെ കട്ട പിടിച്ചിട്ട് അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കിടന്ന് വേവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം റെഡിയാക്കി എടുക്കുകയാണ്. പപ്പടം കാച്ചി പപ്പടം നെയ്ച്ചോറായി കഴിഞ്ഞാൽ പപ്പടം ഇല്ലാത്ത കളിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പപ്പടം ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പപ്പടം കഴിക്കാറില്ല. ഞാൻ ചെറുപ്പം തൊട്ട് പപ്പടം നിർത്തിയതാണ്. എനിക്ക് എന്താ അറിയില്ല, അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. എപ്പോഴെങ്കിലും പൂതി വന്നാൽ അതിങ്ങനെ സദ്യയൊക്കെ കഴിക്കുന്ന സമയത്തൊരു പൂതിയാണ്. അതുപോലെ മുളക് കറിയും ഒക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു പൂതിയാണ്. അപ്പോഴും കഴിക്കും കേട്ടോ. പിന്നെ നെയ്ച്ചോർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. മുനീഫ്ക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തോനെ പപ്പടവും ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെയ്ച്ചോറ് ഒരുപാട് കൂട്ടാനുകൾ മറ്റുള്ള സാദാ ചോറ് വല്ല ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പടവും അച്ചാറും പിന്നെ കച്ചമ്പർ ഇതൊക്കെയാണ് നെയ്ച്ചോർക്ക് റെഡിയാക്കാൻ വിചാരിച്ചത്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇതാ ഏകദേശം സെറ്റായി. ചോറൊക്കെ വെന്തുട്ട നല്ല അടിപൊളിയായിട്ട്, വേവ് കൂടിയിട്ടുമില്ല എന്നാൽ കുറഞ്ഞിട്ടുമില്ല, അങ്ങനത്തെ രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതൊന്ന് തുറന്ന് വെച്ച് വറ്റിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രം പപ്പടം അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കച്ചമ്പറ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. ഒരു പാക്കറ്റ് തൈരുണ്ട് കേട്ടോ. ഒരുപാട് തൈരാണ് മുന്തിരിശയ്ക്ക് ഒരുപാട് ഉള്ളി വേണ്ട വെച്ചിട്ട്. കാരണം ഈ നെയ്ച്ചോറിലേക്ക് ഈ തൈരും കൂടെ അതുപോലെ കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ തിന്നണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റായി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് പണിക്കാരുണ്ട്, അവർക്കും കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. ഇനി അടുത്ത വീഡിയോസ് ആയി വരുന്നവരേക്ക് ടാറ്റ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.